നമസ്കാരം. തൃശൂർ പൂരത്തിൽ വർണ്ണക്കാഴ്ചയൊരുക്കേണ്ടിയിരുന്ന തിരുവമ്പാടി ദേവസ്വത്തിനായുള്ള വെടിക്കെട്ട് പുരകത്തിൽ 14 ജീവനുകളാണ് പൊലിഞ്ഞത്. നിരവധി പേർ മരണവുമായി മല്ലിട്ട് ആശുപത്രികളിൽ ചികിത്സ തുടരുകയുമാണ്. വെടിക്കെട്ട് ദുരന്തം തുടർക്കഥയാകുമ്പോൾ ആഘോഷങ്ങൾക്ക് വെടിക്കെട്ടിനെ അകമ്പടി സേവിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. വെടിക്കെട്ട് ആചാരപരമല്ല, അത് ആഘോഷത്തിന്റെ ഭാഗമാണ്. വെടിക്കെട്ട് നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി ഇടയ്ക്കിടെ ദുരന്തം കൂടി എത്തുന്നു. നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ആചാരപരമായ കാര്യങ്ങൾ നിലനിർത്തി വെടിക്കെട്ട് പോലുള്ള ആഘോഷങ്ങൾക്ക് കൂച്ചുവിലങ്ങിടേണ്ടതില്ലേ എന്ന ചോദ്യം ഉയരുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഉത്സവങ്ങൾക്ക് ആനയും കരിമരുന്നുമൊന്നും വേണ്ടതില്ലെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും ഇതൊന്നും നടപ്പിലാക്കാൻ കേരളം ഇതേവരെ തയ്യാറായിട്ടില്ല. നിരവധി തവണയാണ് വെടിക്കെട്ട് പുരകൾക്ക് തീപിടിച്ചത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി മുൻപും വെടിക്കെട്ട് ദുരന്തമുണ്ടായിട്ടുണ്ട്. 2006 മെയ് മാസം പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ വെടിക്കോപ്പ് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 7 പേരാണ് മരിച്ചത്. എന്നാലും ഓരോ ആഘോഷ സമയത്തും വെടിക്കെട്ട് ഒഴിവാക്കുന്ന കാര്യം മനഃപൂർവ്വം മറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കൊല്ലത്തെ പുറ്റിങ്ങൽ ദുരന്തം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായതാണ്. 10 വർഷം മുൻപ് നടന്ന ദുരന്തത്തിൽ 110 ജീവനുകളാണ് നഷ്ടമായത്. 700ഓളം പേർക്ക് ഈ ദുരന്തത്തിൽ പരിക്കും പറ്റി. 2 വർഷം മുമ്പ് കാസർഗോഡ് നീലേശ്വരം വീരർക്കാവ് ക്ഷേത്രത്തിൽ വെടിക്കെട്ട് ദുരന്തമുണ്ടായപ്പോഴും 6 പേർക്ക് ജീവൻ നഷ്ടമായി. 100ലേറെ പേർക്കും പരിക്കും പറ്റി. 1990 കൊല്ലം പോരുവഴി ക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരിക്കേറ്റു. ഇങ്ങനെ നിരവധി വെടിക്കെട്ട് ദുരന്തങ്ങളുടെ ചരിത്രമാണ് കേരളം പേറുന്നത്. വെടിക്കെട്ട് കേരളം ഒഴിവാക്കണം എന്നു തന്നെയാണ് കേരളത്തെ നടുക്കിയ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം അന്വേഷിച്ച ജസ്റ്റിസ് PS ഗോപിനാഥൻ പറയുന്നത്. വെടിക്കെട്ട് സുരക്ഷ പലപ്പോഴും കടലാസിൽ തന്നെയാണുള്ളത്. വെടിക്കെട്ട് സ്ഥലത്തും നിർമ്മാണ സമയത്തും സുരക്ഷാ മാനദണ്ഡങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ഇത് ദുരന്തത്തിന് കാരണമാകുന്നു, അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പുറ്റിങ്ങൽ അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ശബ്ദം കൂട്ടാനായി സ്ഫോടനം വർദ്ധിപ്പിക്കുകയല്ല വേണ്ടതെന്നാണ് തൃശൂർ മുണ്ടത്തിക്കോട് നടന്ന വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കാൻ സർക്കാർ ഇപ്പോൾ നിയോഗിച്ച ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാതൃഭൂമിയോട് പറഞ്ഞത്. പല ഷെഡുകളിലായി വേണം വെടിക്കോപ്പുകളുടെ നിർമ്മാണം. അങ്ങനെയായാൽ പോലും അപകടം ഉണ്ടായാൽ ഇത്ര തീവ്രത ഉണ്ടാകില്ല. ധാരാളം പേരെ ജോലിക്കായി നിയോഗിക്കുമ്പോൾ കൂടുതൽ കരുതലും വേണം. ഉപയോഗിക്കുന്ന വെടിമരുന്നിന്റെ അളവടക്കം കുറയ്ക്കണം. അശ്രദ്ധ തന്നെയായിരിക്കും മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലെ അപകടത്തിലേക്ക് നയിച്ചത്, അദ്ദേഹം പ്രതികരിക്കുന്നു. ഇനിയെങ്കിലും വെടിക്കെട്ടിന്റെ കാര്യത്തിൽ കേരളം പുനർവിചിന്തനം നടത്തുമോ എന്നാണ് അറിയാനുള്ളത്.